ഞങ്ങൾ അല്ലേ ഒരു 365 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 200 ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഞങ്ങൾ ചിലപ്പം ഓൺ സ്റ്റേജ് കമ്പോസിഷൻ പലതും ചെയ്യാറുണ്ടല്ലേ. ഇപ്പൊ നമ്മള് ഞാൻ മ്യൂസീഷ്യൻ ആണെങ്കിലും ശരിക്കും ഞാൻ പഠിച്ചത് വെൽക്കം ബാക്ക് ടു സാംസ് ടോക്സ്. സാംസ് ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഗീതം മനുഷ്യഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഭാഷയാണ്. ആ സംഗീത ലോകത്ത് സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ശ്രദ്ധേയരായ 2 കലാകാരന്മാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹരിശങ്കറും സായ് ശങ്കറും. ഇരുവരെയും സാംസ് ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്ത് രസമായിട്ടാണല്ലോ ഇവർ വായിക്കുന്നത്. ഇരുവരെയും ഒരിക്കൽ കൂടി സാംസ് ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഗീതം എന്ന വികാരത്തെ സ്വരങ്ങളിലൂടെ ലോകത്തിനു മുന്നിലെത്തിക്കുന്ന കലാകാരന്മാരാണ് ഹരിശങ്കറും സായ് ശങ്കറും. വ്യത്യസ്തമായ സംഗീത ശൈലികളെ ഒരുമിപ്പിച്ച് ഫ്യൂഷൻ സംഗീതത്തിലൂടെ ലൈവ് സ്റ്റേജ് പെർഫോമൻസുകളിലൂടെയും ഇവർ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സംഗീതത്തിന്റെ ഒരു പുതിയ അനുഭവമാണ്. വിവിധ കലാമേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് സംഗീതത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ പ്രത്യേകമായ സ്ഥാനം നേടിയ ഈ 2 കലാകാരന്മാരുടെയും യാത്ര ഏറെ പ്രചോദനകരമാണ്. ഇന്ന് സാംസ് ടോക്സിലൂടെ അവരുടെ സംഗീതയാത്രയും അനുഭവങ്ങളും വിശേഷങ്ങളും നമുക്ക് അടുത്തറിയാം. സ്വാഗതം ഹരിശങ്കർ ആൻഡ് സായ് ശങ്കർ. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ആരാദ്യം പറയുന്നേ? ഹരി പറയും. നമസ്കാരം, എൻ്റെ പേര് ഹരിശങ്കർ ശിവ. ഞാൻ ചേർത്തല ആലപ്പുഴ സ്വദേശിയാണ്. ഇപ്പോൾ ഫുൾ ടൈം ഒരു മ്യൂസീഷ്യനായിട്ട് തന്നെ വർക്ക് ചെയ്യാണ്. നമസ്കാരം, ഞാൻ സായ് ശങ്കർ. കറന്റ്ലി മ്യൂസീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ആലപ്പുഴയാണ് സ്വദേശം, ചേർത്തല. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ചേർത്തല സ്വദേശികളാണ്. ഹരിശങ്കറും സായ് ശങ്കറും. ഇത് എങ്ങനെ ഒത്തു? അത് പല സ്റ്റേജിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മുടെ പേര് പറയുമല്ലോ. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഓഡിയൻസ് വന്ന് പലരും ചോദിക്കാറുണ്ടല്ലേ, നിങ്ങൾ ചേട്ട അനിയന്മാരാണ്, സിബ്ലിങ്സ് ആണോ, ബ്രദേഴ്സ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. എന്തോ യാദൃശ്ചികമായിട്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ സമയം നിങ്ങൾ ഒരുമിച്ചാണോ പ്രോഗ്രാം ചെയ്യുന്നത്? ഞങ്ങള് അല്ലെ ഒരു 365 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 200 ദിവസം ഞങ്ങള് ഒരുമിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഒരുപാട് പ്രോഗ്രാംസ് അങ്ങനെ ചെയ്യാറുണ്ട്. അതിനുള്ള ഭാഗ്യം കിട്ടാറുണ്ട്. ഞങ്ങള് ഒരുമിച്ചാണ് കൂടുതലും യാത്ര ചെയ്യുന്നതൊക്കെ. ഓരോ വെന്യൂലോട്ടൊക്കെ ഞങ്ങള് ഒരുമിച്ചാണ് യാത്ര ചെയ്യാറുള്ളത്. ഓൾ കേരളയാണ്, കേരളത്തിന് പുറത്തും എല്ലായിടത്തും ചെയ്യാറുണ്ട് നമ്മള്. ഓക്കെ, ഞാൻ കൂടുതൽ ചോദിച്ചതിൽ ഹരിച്ചേട്ടനാണ് കൂടുതൽ ഉത്തരങ്ങൾ പറയുന്നത്. സായ് ചേട്ടൻ പൊതുവെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണോ? കൂടുതലും പൊതുവെ വോളിയം കുറവാണ് സംസാരിക്കുമ്പോ. പക്ഷെ ആള് ഓൺ സ്റ്റേജില് കയറി കഴിഞ്ഞ ആള് പുലിയാണ് കേട്ടോ. പുള്ളിയുടെ കൂടെ വായിക്കുന്നത് പിടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. കലാരംഗത്തേക്കുള്ള നിങ്ങളുടെ യാത്രയുടെ തുടക്കം എങ്ങനെയാണ്? ഒരാൾ വയലിനും ഒരാൾ ഫ്ലൂട്ടും ആണ് വായിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടക്കം എങ്ങനെയാണെന്നൊന്ന് പറയാമോ ഹരിച്ചേട്ടാ? ഞാൻ 7ാമത്തെ വയസ്സിലാണ് വയലിന് ആദ്യമായിട്ട് പഠിക്കാനായിട്ട് ചേരുന്നത്. എൻ്റെ അച്ഛനാണ് അതിൽ കൊണ്ട് ചേർക്കുന്നത്. അപ്പം അവിടുന്നാണ് എൻ്റെ ഒരു വയലിനുമായിട്ടുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പം അന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ ലൈഫ് മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശ്രീ ചെമ്പേ രാമചന്ദ്രൻ സാറിൻ്റെ അടുത്താണ് എന്നെ ആദ്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് ഇരുത്തുന്നത്. അതിനുശേഷം ചെമ്പൈ ഉണ്ണി സാറ്, ഞങ്ങൾ ഉണ്ണി സാറെന്ന് വിളിക്കും, അദ്ദേഹമാണ് എൻ്റെ ഒരു വർണ്ണം വരെയുള്ള സ്റ്റേജുകളൊക്കെ എന്നെ പഠിപ്പിച്ച അദ്ദേഹമാണ്. അതിനുശേഷം ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ കുറച്ച് മടിയായി. ആ സമയം കഴിഞ്ഞപ്പോൾ ഒരു മടി പോലെയൊക്കെ ഫീൽ ചെയ്ത് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഒരു 4-5 മാസം അങ്ങനെ ഞാൻ വയലിനുമായിട്ടൊരു ബന്ധമില്ലാണ്ട് അങ്ങനെ ഇരുന്നു വീട്ടിൽ. അപ്പോൾ വീണ്ടും വീടിൻ്റെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, കലാക്ഷേത്ര എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ശരിക്കും അവിടുന്നാണ് എൻ്റെ ഒരു ലൈഫ് മാറുന്നത്. ശരിക്കും അവിടുന്നാണ് കലാക്ഷേത്ര എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ചെന്നപ്പോഴാണ്. അപ്പോൾ കലാക്ഷേത്രയിൽ പള്ളിപ്പുറം നിശാന്ത് സാറിൻ്റെ അടുത്താണ് ഞാൻ കലാക്ഷേത്രയിൽ പഠനം ആരംഭിച്ചത്. അദ്ദേഹമാണ് പിന്നെ എന്നെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് സാറാണ്. എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്ന പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
കണ്ണൈ കലൈമാനെ എന്ന് പറയുന്ന പാട്ടാണ് സാറ് എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം സാർ എന്നെ വീട്ടിലോട്ട് വരാൻ പറയും. വീട്ടിലോട്ട് ചെല്ലും സാറ്. ഓരോ പാട്ടിൻ്റെ ഓരോ ഡീറ്റെയിലിംഗ് ആയിട്ട്, അന്ന് ഒരു പാട്ട് കേട്ടാൽ അത് ഏത് സ്വരമാണെന്ന് അറിയാനായിട്ടുള്ള അത്രയും ഒരു വിവരം എനിക്ക് അന്നില്ലായിരുന്നു. അപ്പോൾ സാർ ഓരോ നോട്ടായിട്ട് പറഞ്ഞു തരും, ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സാർ എന്നെ പഠിപ്പിച്ചത്. അപ്പം അങ്ങനെ ഒരു പാട്ട് 2-3 പാട്ടുകൾ എന്നെ സാറ് പഠിപ്പിച്ചു. അപ്പോഴാണ് ശരിക്കും നമ്മുടെ കലാക്ഷേത്രയുടെ തന്നെ ഒരു കരോക്കെ ഗാനമേള ഒരു ട്രൂപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എൻ്റെ അച്ഛൻ വഴി സാറ് റെക്കമെൻഡ് ചെയ്തിട്ട് ആ ഒരു ട്രൂപ്പിലോട്ട് എന്നെ എടുക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് പേരുകൾ എടുത്ത് പറയണം. അതിനകത്ത് ശരത്, വിഷ്ണു, അനീഷ്, മനോജ് 4 പേരാണ് ഞാൻ ചെല്ലുമ്പോൾ ഉള്ളത്. സുജിത്ത് ഏട്ടൻ 5 പേരാണ് ഞാൻ ചെല്ലുമ്പോൾ അതിനകത്ത് മെയിൻ സിംഗേഴ്സ് ആയിട്ടുള്ളത്. അപ്പം അവരുടെ കൂടെ അന്ന് കരോക്കെ ഇട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അവരുടെ പ്രോഗ്രാമിന് അവരെന്നെയും ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ഒത്തിരി പരിപാടികൾ അവർ മൂലം എനിക്ക് സാധിച്ചു. അപ്പം അത് ശരിക്കും അതാണ് എൻ്റെ ഒരു ലൈവ് പെർഫോമൻസ്, ഒരു ഓൺ സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും അവിടെ നിന്നാണ്. അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്തു. എൻ്റെ അച്ഛനും അതിൻ്റെ ആ ട്രൂപ്പിൻ്റെ പാർട്ടായി. ഇപ്പം അദ്ദേഹം ഇപ്പോഴും ആ ട്രൂപ്പുണ്ട്, ഞങ്ങൾക്ക് ആ ട്രൂപ്പുണ്ട്. അതിൻ്റെ ഒരു മാനേജറാണ് ഇപ്പം അച്ഛൻ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സായി ചേട്ടൻ്റെ ഒരു തുടക്കകാലം എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമായി വോക്കൽ മ്യൂസിക്കാണ് പഠിച്ചത്. പിന്നീടാണ് വയലിൻ, ഫ്ലൂട്ട്, സാക്സഫോൺ എല്ലാം അഭ്യസിച്ചത്. വോക്കൽ മ്യൂസിക് പഠിപ്പിച്ചത് എൻ്റെ അമ്മാവൻ തന്നെയാണ്, ജീമോൻ എന്ന് പറയും, ചേർത്തല തന്നെ സ്ഥലം. പിന്നെ അതിനുശേഷം ഒരുപാട് കച്ചേരികൾ അരങ്ങേറ്റത്തിന് ശേഷം, അരങ്ങേറ്റം ഒരു +1 +2 ഒക്കെ ആയപ്പോഴായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അരങ്ങേറി. കുറച്ച് കച്ചേരികളൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഫ്ലൂട്ടിൻ്റെ പ്രോഗ്രാംസിന് പോകാൻ. അതിന് മുമ്പ് തന്നെ ഞാൻ വയലിൻ പഠിക്കാൻ തുടങ്ങി. അതെ, വയലിൻ ഒരു +2 ഒക്കെ എൻ്റെ കഞ്ഞിയിൽ പാട്ടിടാനായിട്ടുള്ള ശ്രമമാണ്. വയലിൻ കുറച്ച്, അതായത് സലീം കുമാർ സാർ, പള്ളിപ്പുറം സലീം കുമാർ സാറാണ് ആദ്യമായി വയലിൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഞാൻ തിരുവഴി ശിവാനന്ദ സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് വയലിൻ. ഒരുപാട് പ്രോഗ്രാംസ് വയലിനിലും ചെയ്തിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ ഞാൻ ഫ്ലൂട്ടിൽ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. പിന്നീട് അപ്പോൾ സാക്സഫോൺ ആണ് എൻ്റെ ആദ്യത്തെ പ്രചോദനം. ഫ്ലൂട്ട് പഠിക്കാനുള്ള പ്രചോദനം സാക്സഫോൺ തന്നെയായിരുന്നു. കെന്നിജിയുടെയും അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഇതൊക്കെ കേട്ട് അങ്ങനെ സാക്സഫോണിൽ ഇൻസ്പിറേഷനായി. അപ്പോൾ അതിലേക്കുള്ളൊരു റൂട്ടായിട്ടാണ് ഞാൻ ഫ്ലൂട്ടിലേക്ക് പോയത്. അപ്പോൾ ആദ്യം ഞാൻ കർണാട്ടിക് ഫ്ലൂട്ട് തന്നെയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കച്ചേരികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് എൻ്റെ ഞാൻ ഫ്യൂഷൻ രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഫ്യൂഷനിൽ അതൊരു ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ഫ്യൂഷൻ രംഗത്തിലേക്ക് വന്നത്. അത് ഫ്ലൂട്ട് ആക്ച്വലി എനിക്ക് ഇൻസ്പിറേഷൻ തന്നത് ചേർത്തലയിൽ തന്നെയുള്ളൊരു ചേട്ടനാണ്, ഒരു ലാൽജി എന്ന് പറയും. പുള്ളിക്കാരൻ ഫ്ലൂട്ട് വായിക്കുന്ന ഒരാൾ തന്നെ. അദ്ദേഹം എൻ്റെ അനിയനെ ഫ്ലൂട്ട് പഠിപ്പിക്കാൻ വന്നു. ഒരു ഫ്ലൂട്ടിൻ്റെ തന്നു, സായിക്ക് ഇത് വായിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്പിറേഷൻ തന്നു. അനിയനെ പഠിപ്പിക്കാൻ വന്നതാണ് ആള് ഒരു ഇൻസ്പിറേഷൻ തന്നു. അങ്ങനെ ഞാൻ വായിച്ചു. അങ്ങനെ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ ചെറിയ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ആ രീതിയിൽ അങ്ങനെ പോയി. ലാൽജി ചേട്ടനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കും പറയണം. എന്നെ ആദ്യമായിട്ടൊരു ഫ്യൂഷന് കൊണ്ടുപോകുന്നത് ലാൽജി ചേട്ടനാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ പേയ്മെന്റ് ആയിരുന്നു അന്ന് എനിക്ക് ചേട്ടൻ തന്നത്. ഞാൻ അതുവരെ ഈ കരോക്കെ ഗാനമേള ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിശാന്ത് സാറ് വഴി ആണ് ലാൽജി ചേട്ടൻ എന്നെ വിളിച്ചത്. അപ്പോൾ അന്ന് ഭയങ്കര പേടിയായിരുന്നു കൂടെ പോകാനൊക്കെ ആയിട്ട്. ഫസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലാൽജി ചേട്ടൻ്റെ കൂടെയാണ്. ചേർത്തല ലാൽജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എനിക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ട് ഈ ഒരു ഫ്യൂഷൻ രംഗത്തിലേക്ക് വരാൻ ചാൻസ് തന്നതിലും. പിന്നെ എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കാനായിട്ടും ഒരുപാട് ഇൻസ്പിറേഷൻ വാങ്ങിച്ച് തന്നവരും ഉണ്ട്. അതിൽ പ്രത്യേകം പറയേണ്ട ഒരു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അദ്ദേഹം ചേർത്തല തന്നെയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് സാക്സഫോൺ എനിക്ക് വായിക്കാൻ പറ്റുമെന്നുള്ളൊരു. പുള്ളിക്കാരൻ പ്രോഗ്രാംസിന് എന്നെ കൊണ്ടുപോയി, ചെറിയ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഇതിൽ തന്നെ ഈ ചെറിയ ഭക്തി ഗാനമേള അതുപോലുള്ള പ്രോഗ്രാംസിന് വായിച്ചു.
കുറേ പാട്ടുകൾ ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക്, ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഫ്ലൂട്ടിൽ വായിപ്പിച്ച്, അങ്ങനെയാണ് വായിച്ച് പിന്നീട് ഫ്യൂഷൻ ഒരു കല്യാണ പ്രോഗ്രാമിൽ ചെയ്യാൻ തുടങ്ങി. ആദ്യമായി ഞാൻ പാടുന്നത് ശരിക്കും സായി ഭജൻസില്ല. സായി ഭജൻ, ഞങ്ങൾ സായി ഡിവോട്ടീസാണ്. അപ്പോൾ സായി ഭജൻസ് ഒരുപാട് പാടി. അങ്ങനെയാണ് എൻ്റെ ശബ്ദം തെളിഞ്ഞതും. ഞാൻ അരങ്ങേറ്റത്തിന് മുമ്പേ തന്നെ അതെ, കോൺഫിഡൻസ് കിട്ടിയത് അവിടെ നിന്നാണ്. ആദ്യമായി എനിക്ക് ഫ്ലൂട്ടിൻ്റെ ഒരു ABCD പറഞ്ഞു തന്നത് ശരിക്കും അച്ഛൻ തന്നെയാണ്. അതെ, മിക്കവരും. എൻ്റെ അമ്മാവനും പാട്ടുകാരനാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അമ്മ ഒരു ഡാൻസ് ടീച്ചറായിരുന്നു. അമ്മമ്മയാണ് എൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാമിന് വായിപ്പിക്കുന്നത്. അതായത് ഒരു ഡാൻസ് പ്രോഗ്രാമിന് ഫ്ലൂട്ട് വായിച്ചാണ് എൻ്റെ തുടക്കം. പിന്നീട് ഞാൻ ഒരുപാട് പ്രോഗ്രാംസിന് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുമാരുടെ കൂടെ വായിക്കാൻ പറ്റി. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിച്ച് ഒരുപാട് വർക്കുകൾക്കും പ്രോഗ്രാംസിനും എന്നെ ആഡ് ചെയ്തു. അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ട്. സാംസ് മീഡിയ തന്നെയുള്ള നമ്മുടെ ജോൺസൺ ചേട്ടൻ എന്നെ ഒരുപാട് വർക്കുകൾക്ക് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സിനിമ വരുന്നുണ്ട്, അതിലും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു നെടുമുടി വേണു സാറിന് അഭിനയിച്ചിട്ടുള്ള ഒരു ഓറഞ്ച് മരങ്ങളുടെ വീട് എന്നുള്ളൊരു മൂവിയിൽ ഞാൻ സാക്സഫോണിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് സന്തോഷ് ചന്ദ്രൻ എന്നൊരു ഗിറ്റാറിസ്റ്റ്, ഫേമസ് ആയിട്ടുള്ള ഒരു ഗിറ്റാറിസ്റ്റാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പോയി. അങ്ങനെ ഒരു വാഗമണിലായിരുന്നു എൻ്റെ ഷൂട്ടൊക്കെ. അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. അതിൻ്റെ പോസ്റ്ററിലൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകളിൽ എനിക്ക് കൂടാൻ പറ്റി. ഹരിച്ചേട്ടൻ്റെ ഒരു കാലഘട്ടം ഗാനമേള ട്രൂപ്പിൽ നിന്നൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ കുറേ വർഷം ഈ പറഞ്ഞ ഗാനമേള ഞങ്ങൾ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമായിരുന്നു. ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് വന്നതിന് ശേഷം കൂടുതലും രാത്രി സമയങ്ങളിലായിരുന്നു പ്രോഗ്രാം. പ്രത്യേകിച്ച് ഓണം ഇതൊക്കെ വരുമ്പോൾ എപ്പോഴും രാത്രിയായിരുന്നു പ്രോഗ്രാമുകൾ വരുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ, ഒത്തിരി വർഷം ഞങ്ങൾ ആ പ്രോഗ്രാമുകൾ ചെയ്തു. അതിനുശേഷം ഒരു ലൈവ് ഓർക്കസ്ട്രയിൽ വായിക്കാനായിട്ടാണ് എനിക്കൊരു അവസരം ഉണ്ടായത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ചേർത്തല ലാൽജി, അദ്ദേഹമാണ് എന്നെ ഒരു ലൈവ് ഓർക്കസ്ട്രയിലോട്ട് വായിക്കാനായിട്ട്, അദ്ദേഹം ഫ്ലൂട്ട്, എന്നെ വയലിൻ വായിക്കാനായിട്ട് ക്ഷണിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒത്തിരി സ്റ്റേജുകൾ ദൈവം സഹായിച്ച് എനിക്ക് കിട്ടി. എൻ്റെ ഫ്രണ്ട്സ്, ആ സമയത്ത് ഞങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ വൃന്ദവാദ്യം എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ ഐറ്റം ഉണ്ടായിരുന്നു. നമ്മുടെ സ്കൂൾ കലോത്സവത്തിലെ ഒരു ഐറ്റം ആയിരുന്നു വൃന്ദവാദ്യം എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ വയലിൻ, എൻ്റെ അടുത്ത കൂട്ടുകാരായ ശ്രീകാന്ത്, ആദർശ്, ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകാന്ത് വോക്കലാണ്, ആദർശ് ഡ്രമ്മാണ് വായിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു ദിവസം പ്ലാൻ ചെയ്തു, ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, വൃന്ദവാദ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്, അപ്പോൾ നമുക്ക് പോയാലോ എന്നൊരു സജഷൻ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടൊരു ക്രിയേറ്റീവായിട്ടൊരു ഒരു ബാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, ബാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു പ്രൊസീജിയർ ആയിരുന്നു അത്. അപ്പം അവിടെ നിന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കൂട്ടായ്മ തുടങ്ങുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഇപ്പോഴും ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ കലാക്ഷേത്ര എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞങ്ങളുടെ മെയിൻ പ്രാക്ടീസ് എന്നുള്ളത്. ഇപ്പോൾ ഷൈജ് സാർ അവിടെ ഡ്രംസും കീബോർഡും ഇതെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടാവും. സാറിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് നമുക്ക് സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. നമുക്ക് ആ ഡ്രമ്മും കീബോർഡെല്ലാം വായിക്കാൻ തരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നിങ്ങൾ എല്ലാ സ്കൂള് വിട്ട് വന്ന് എല്ലാ രാത്രിയിലും നേരെ ഇങ്ങോട്ടാണ് പോരുന്നത്. ബാഗെല്ലാം വീട്ടിൽ വെച്ച് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരും. ഇടയ്ക്ക് എൻ്റെ വീട്ടിലും പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രാത്രികളും ഞങ്ങൾ ഇതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇതെങ്ങനെയാണ് ഒരു ലൈവ് മ്യൂസിക്, എങ്ങനെ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ബാലപാഠങ്ങളൊക്കെ പഠിക്കുന്നത് ശരിക്കും ആ ഒരു സമയത്തായിരുന്നു. അങ്ങനെയാണ് എൻ്റെ തുടക്കം വരുന്നത്. അതിനുശേഷം പിന്നെ കോളേജിലോട്ടൊക്കെ എത്തിയപ്പം കോളേജിൽ മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. മംഗളം എന്ന് പറയുന്ന കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ മംഗളം റിതംസ് എന്നായിരുന്നു ആ ബാൻഡിൻ്റെ പേര്. അത് വലിയ രീതിയിൽ തന്നെ എൻ്റെ കരിയറിനെ തന്നെ ഒന്ന് മോൾഡ് ചെയ്യാനായിട്ട് ഒത്തിരി സഹായിച്ച ഒരു സമയമായിരുന്നു അത്. ഉറപ്പായിട്ടും ഒത്തിരി നല്ല സ്റ്റേജുകൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ല നല്ല സ്റ്റേജുകൾ, ഒത്തിരി ക്രൗഡ്സിനെ ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്.
ഇപ്പൊ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇന്ന് ഈ നിലയിൽ നിങ്ങൾ എത്തിയതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒത്തിരി കടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒത്തിരി പേര് നമ്മൾ ഇതിനിടെ നമ്മൾ ഒരുപാട് പേരെ വിട്ടുപോയിട്ടുണ്ട്. ഒരുപാട് പേരെ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ മെയിൻ ആയിട്ടുള്ള ശരിക്കും സഹായിച്ചിട്ടുള്ളവരുടെ പേര് തന്നെ നമ്മൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ശരിക്കും ഒരു കലാകാരൻ ആയി അവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന വഴിയിൽ തന്നെ ഒത്തിരി ആൾക്കാര്, അതെ, അത് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാര് നമ്മൾ വിചാരിക്കുന്നതിലധികം ആൾക്കാര് വളരെ നിസ്സാരമായിട്ടുള്ള ചിലപ്പോൾ സഹായങ്ങളായിരിക്കും, പക്ഷെ നമ്മുടെ വായനയിൽ തന്നെ വ്യത്യാസം വരുത്താനായിട്ട് തന്നെ അവർ സഹായിക്കാറുണ്ട്. ഒത്തിരി ആൾക്കാര് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം കുറെ പേരെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയാം, എന്നാലും എല്ലാവർക്കും ഒരു നന്ദി പറയാണ്. അപ്പൊ നിങ്ങളുടെ ഗുരുക്കന്മാരുടെ കുറെ പേരെ പരിചയത്തിലുള്ളവരുണ്ട്, ഒരേപോലത്തെ ഗുരുക്കന്മാരെ നിങ്ങൾ രണ്ടുപേരെയും പഠിപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഈ കണക്ഷൻ വന്നത്, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ഈ കണക്ഷന് അത് എവിടെ നിന്നാണ് വന്നേ? ഞങ്ങള് കൊച്ചിയിലെ ലുലു മാരിറ്റിൽ വെച്ചിട്ടൊരു പ്രോഗ്രാമിനാണ് ആദ്യമായിട്ട് കാണുന്നത് അല്ലേ. അതിനു മുമ്പ് ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ അറിയാം, ഇങ്ങനെ പറഞ്ഞ് കേട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കാണുന്നതും ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നതും അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള വേറെ എന്ന് പറഞ്ഞാൽ എന്റെ വൈഫും ഹരിയുടെ വൈഫും ഒരുമിച്ച് പഠിച്ചതാണ്. അതെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതും വളരെ യാദൃശ്ചികമായിട്ട് വന്നാണത്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തേക്കുന്നതിൽ ഒരാള് സായിച്ചേന്റെ കൂടെയാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല കോംബോ ആണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. നിങ്ങൾ മറ്റു ആർട്ടിസ്റ്റുകളുടെ കൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കോംബോ, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓരോ ആർട്ടിസ്റ്റിനോട് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതില് ഞങ്ങള് സ്ഥിരമായിട്ട് ചെയ്ത് കൊണ്ടാണെന്ന് അറിയില്ല. സായിച്ചേട്ടൻ ഒരു പാട്ട് വായിക്കുമ്പോൾ അടുത്തത് ഞാനാണ് വായിക്കേണ്ടത് എന്ന് സായിച്ചേട്ടന്റെ കണ്ണ് നോക്കിയാൽ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റും. അതായത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഞങ്ങളിപ്പോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വായിക്കുന്ന പാട്ടുകളൊക്കെ ആണെങ്കിൽ സായിച്ചേട്ടൻ ഇങ്ങനെ പറയും, വായിച്ചോളാൻ പറയും. ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സായിച്ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ രീതിയിൽ അത് പെട്ടെന്ന് ബ്ലെൻഡ് ആയിട്ട് അങ്ങനെ ഞങ്ങള് ചെയ്യാറുണ്ട്. ഇതുവരെ അങ്ങനെ ദിവസം അയച്ചിട്ട് ഓൺ സ്റ്റേജിലെല്ലാം ചെയ്ത പ്രോഗ്രാമുകളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ ഫ്യൂഷന്റെ കാര്യവും പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് ആയാലോ? തീർച്ചയായിട്ടും. ഫ്യൂഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിന്റെ സൗണ്ട് ഇഷ്യൂസ് എത്രത്തോളം വരാറുണ്ട്? കൂടുതൽ ഫ്യൂഷൻ മ്യൂസിക് വായിക്കുമ്പോഴത്തേക്കും സൗണ്ട് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൗണ്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ അവർ വെക്കുന്ന ഒരു സൗണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് കേൾക്കുന്നത്. ഉള്ളിൽ നമുക്ക് മോണിറ്ററിൽ കേൾക്കുന്ന അനുസരിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഔട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ഒട്ടും അറിയാൻ പറ്റില്ല. ഇപ്പോൾ പല ഹോളുകളിൽ വായിക്കുമ്പോഴത്തേക്കും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആൾക്കാർ, നമ്മൾ കേൾക്കാനിരിക്കുന്ന ആൾക്കാർ അവരുടെ രീതികൾ അനുസരിച്ചിരിക്കും. ചില ആൾക്കാർ വന്നിട്ട് പറയും വോളിയം കൂടുതലാണെന്ന്, ചില ആൾക്കാർ വന്നിട്ട് പറയും വോളിയം കുറവാണെന്ന്. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ്. ഓരോ ഓഡിയൻസിനും ഓരോ രീതിയിലാണ് അവരത് കേൾക്കുന്നത്. അപ്പം നമ്മൾ വെഡിങ് പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോൾ കൂടുതലും നമുക്ക് കാണാറുള്ളത് പരസ്പരം കണ്ടിട്ട് ഒത്തിരി നാളുകളായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു ഫംഗ്ഷന് ഒരുമിച്ച് ഗ്യാദർ ചെയ്യുമല്ലോ. അപ്പൊ അവർക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു സമയമാണത്. അപ്പൊ അങ്ങനെയുള്ളവർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ
ഫ്യൂഷൻ വായിക്കുന്നതൊക്കെ ചിലപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് അരോചകമായിട്ട് തോന്നും. ഈ പറഞ്ഞ സൗണ്ടുകൾ കൂട്ടി വെക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ കംപ്ലൈന്റ്സ് ഒക്കെ നിങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ വരാറുണ്ട്. നിങ്ങളന്ന് സൗണ്ട് കുറച്ച് വെക്കാമോ? അപ്പം അതുപോലെ തന്നെ ആ സെയിം പ്രോഗ്രാമിൽ തന്നെ നന്നായിട്ട് കുറച്ചുകൂടെ വോളിയം വെക്കാമോ എന്ന് ചോദിച്ചിട്ട് സൗണ്ട് കുറവായാലും രണ്ട് രീതിയിലുള്ള ആൾക്കാർ ഒരേ പ്രശ്നമാണ്. പ്രോഗ്രാമിൽ പക്ഷേ തന്നെ വരുന്നുണ്ട്. ഓരോ ഓഡിറ്റോറിയങ്ങൾക്ക് അനുസരിച്ചിട്ട് ഈ വെക്കുന്ന സൗണ്ടുകൾക്ക് വ്യത്യാസം വരും. അപ്പൊ അതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള നല്ല സൗണ്ട് സിസ്റ്റം, നല്ലൊരു ഓഡിയോ എഞ്ചിനീയർ ഇവരുണ്ടെങ്കിൽ ആ പ്രോഗ്രാം, ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും നല്ല രീതിയിൽ വിജയിക്കും. അപ്പൊ അങ്ങനെ കുറെ ഇഷ്യൂസ് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ പ്രോഗ്രാമുകൾ വായിക്കുമ്പോൾ അത്ര പ്രശ്നം വരുന്നില്ലെന്ന് തോന്നുന്നല്ലേ? ഔട്ട്ഡോർ വായിക്കുമ്പോൾ പ്രശ്നം വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രോഗ്രാമിന് വോളിയം കൂടുതലാണെങ്കിൽ ശരിക്കും ഫ്ലൂട്ട് എന്നുള്ള ഇൻസ്ട്രുമെന്റ് വരുമ്പോൾ അത് മൈക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈക്കിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വോളിയം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻഡോറിൽ വോളിയം തീരെ കുറച്ച് വെച്ച് നമുക്ക് വായിക്കാം. ഇപ്പോൾ ഇതനുസരിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ ഔട്ട്ഡോറിൽ വരുമ്പോൾ വോളിയം കൂടുതൽ എന്തായാലും ഇടേണ്ടി വരും, എന്നാലേ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ, ആ ഒരു പഞ്ച് ഉണ്ടാവുള്ളൂ, ഓഡിയൻസിലേക്ക് എത്തുള്ളൂ ആ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഈ ഫ്ലൂട്ടിൽ വരുമ്പോഴത്തേക്കും ഫ്ലൂട്ട് ശരിക്കും ഒരു ചലഞ്ചാണ് വായിക്കുന്നത്. ബാക്കി ഇൻസ്ട്രുമെൻസിനെ അപേക്ഷിച്ച് വരുമ്പോഴത്തേക്കും ഈ മൈക്കുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ചലഞ്ചിങ്ങാണ്. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഫ്ലൂട്ട് വായിക്കുമ്പോഴത്തേക്കും. പിന്നെ വയലിന് അങ്ങനെ പ്രശ്നം, ഈ ഹൗളിംഗ് എന്നുള്ള പ്രശ്നം അങ്ങനെ ഇലക്ട്രിക് വയലിന് ഉണ്ടാവാറില്ല. നമ്മുടെ ഈ അക്കോസ്റ്റിക് വയലിൻ പിക്കപ്പ് വെച്ച് വരുന്ന അക്കോസ്റ്റിക് വയലിന് ഒരു പരിധിയിൽ കൂടുതൽ, എല്ലാമല്ല എങ്കിലും ചെറുതായിട്ടുള്ള ഹൗളിങ്ങൾ ഇങ്ങനെ വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഈ ഓഡിറ്റോറിയങ്ങൾ നല്ല രീതിയിൽ അക്കോസ്റ്റിക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ടിന്റെ ഒരു മുഴക്കം എന്നുള്ളത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നു. ഇപ്പൊ ഒത്തിരി ഓഡിറ്റോറിയങ്ങൾ അങ്ങനെ, ഇപ്പൊ വരുന്ന പുതിയ ഓഡിറ്റോറിയങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ സൗണ്ട് പ്രൂഫ് പ്രോപ്പറായിട്ട് അക്കോസ്റ്റിക് ചെയ്ത ഓഡിറ്റോറിയങ്ങളാണ്. എന്നാലും നമ്മൾ പഴയ ഓഡിറ്റോറിയങ്ങളൊക്കെ ചെല്ലുമ്പോഴാണ് ഈ കൂടുതലും ഈ എക്കോയുടെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്ന റിവർബ് ആയിരിക്കില്ല ചിലപ്പോൾ പുറത്ത് കേൾക്കുന്നത്, അതിലും ഒത്തിരി മുഴങ്ങിയായിരിക്കും കേൾക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സൗണ്ട് എഞ്ചിനീയറും നല്ലൊരു സൗണ്ട് സിസ്റ്റവും ഉള്ള പ്രോഗ്രാമുകളിൽ നമുക്കത് എന്താ പറയുക, നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ഒത്തിരി അടുത്ത് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് വായിക്കുന്ന സമയത്തൊക്കെ ചില ഹോളുകളിൽ ഭയങ്കര മുഴക്കമായിരിക്കും. അപ്പം നമ്മൾ വായിക്കുന്ന എന്താന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ നമ്മൾ ഇന്നിയേഴ്സ് മോണിറ്റർ യൂസ് ചെയ്യും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ബാൻഡ് ഷോ ചെയ്യുമ്പോൾ സൗണ്ട് എന്നുള്ളത് ആർക്കും ഒരു മാറ്ററായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു ബാൻഡ് ഷോ കാണാൻ പോകുമ്പോൾ കാരണം ആ ബാൻഡ് ഷോയ്ക്ക് എത്രയോ സൗണ്ട് കൂടുന്നതാണ്, അതായത് സൗണ്ടിന്റെ ക്വാളിറ്റി എന്നുള്ളത് അത്രയും വാട്ട്സിൽ വരുമ്പോഴാണ്. അപ്പം അവിടെ ആർക്കും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. കുറയ്ക്കാൻ ആരും പറയുന്നതായിട്ട് ഇന്നുവരെ എന്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ കൂടുതലും കല്യാണം, വെഡിങ് ഫംഗ്ഷൻസിനൊക്കെയാണ് കൂടുതലും. ഇനി അവർക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ, ഇനി അത് ശരിക്കും അവർക്ക് ആ സൗണ്ട് അരോചകമായിട്ട് തോന്നുന്നതുകൊണ്ടാണോ, കാണുന്നവരായിരിക്കാം. അതെ അതെ. അപ്പം നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാല് രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്താണ് നമ്മളിപ്പോൾ പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെൻഡെന്ന് തോന്നുന്നു. സൗണ്ട് കുറവുള്ളതാണ് ട്രെൻഡെന്ന് തോന്നുന്നു. നേരത്തെ മംഗളം കോളേജിനെ പറ്റി പറഞ്ഞു. അപ്പൊ അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ എന്താണ് പഠിച്ചത്, അവിടുത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ മംഗളത്ത് ബിടെക് ആണ് പഠിച്ചത്. അപ്പം പ്രൊഫഷൻ എന്നുള്ളത് കുഞ്ഞുനാളിൽ പഠിക്കുമ്പോഴേ ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയർ ആവണം, ഒരു 10ാം ക്ലാസ്സൊക്കെ തൊട്ടാണ് ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നിയത്. അങ്ങനെയാണ് അവിടെ പഠിക്കാൻ ചെന്നത്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ മംഗളം കോളേജ് ഒത്തിരി എന്നെ എൻ്റെ ഈ ഒരു മ്യൂസിക് കരിയറിലോട്ട് ഒത്തിരി കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പം അതൊരു നിമിത്തമായിട്ട് കാണുന്നു. അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വിട്ടിട്ട് അത് ഭയങ്കര ഒരു പ്രഷർ ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം എന്താ പറയുക, വയലിൻ പഠിക്കുക എന്നുള്ളത് ഓക്കെ, അത് ചെയ്യാം. പക്ഷെ അതിനൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്നതിൽ പാരൻസിനും പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോഴും ഞാനതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. എനിക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു രീതിയിൽ എനിക്കൊരു മ്യൂസീഷ്യനായിട്ട്
ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അതിപ്പോൾ നല്ല രീതിയിൽ പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഹരിച്ചേട്ടൻ ഒരു എഞ്ചിനീയർ ആണെന്ന് നിങ്ങൾ അറിഞ്ഞു. ഇനി സായി ചേട്ടന്റെ പ്രൊഫഷൻ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതെന്താന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ മ്യൂസീഷ്യൻ ആണെങ്കിലും ശരിക്കും ഞാൻ പഠിച്ചത് ലോ കോളേജിലാണ്. വക്കീലാണ്. അതെ, ഞാൻ LLB എടുത്തു. അത് SN ലോ കോളേജ് പൂത്തോട്ടം എന്നായിരുന്നു LLB എടുത്തത്. അത് ശരിക്കും അതിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി BSc ഫിസിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ LLBക്ക് ചേർന്നത്. അപ്പോൾ അത് BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഒരു കോടതിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ പറഞ്ഞു ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ പ്രോഗ്രാംസുമായിട്ട് ഇങ്ങനെ നടന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്ന് എൻട്രൻസ് എഴുതിയേക്ക്. അപ്പോൾ ഞാനൊന്ന് എൻട്രൻസ് എഴുതി. ജസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു. വെറുതെ അന്നത്തെ അറിവ് വെച്ചിട്ട് ഞാൻ എഴുതി. ഞാൻ വേറെ കോച്ചിങ്ങിനൊന്നും പോയില്ല. അങ്ങനെ പോയി എഴുതി. ഒരു റാങ്ക് എനിക്ക് കിട്ടി. അപ്പോൾ ആ റാങ്കിൽ എനിക്ക് പറ്റുന്ന ബുജ്ജി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക്കും ഉണ്ട്. അങ്ങനെ ഞാൻ പൂത്തോട്ട SN ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി എനിക്ക്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻറോൾ ചെയ്തു. അഡ്വക്കേറ്റായിട്ട് കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് നാൾ പോകാൻ പറ്റി. കേസ് അങ്ങനെ ഞാൻ കൂടുതലും മ്യൂസിക്കിൽ ഞാൻ ഇത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എനിക്കൊന്ന് ആ രീതിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ പ്രോഗ്രാംസും അതിൻ്റെ തിരക്കുകളുള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് എനിക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് തന്നെ അറിയാമായിരുന്നു അങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ LLB കഴിഞ്ഞു, എൻറോൾ ചെയ്തു. ഈ പ്രോഗ്രാമിൽ തന്നെ നിന്ന സമയത്ത് ജസ്റ്റ് ഞാനൊന്ന് ഒരു എന്ത് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി LLMന്റെ ഒരു എൻട്രൻസ് എക്സാം എഴുതി. അപ്പോൾ അതിന് പക്ഷെ അതിന് അഡ്മിഷൻ എങ്ങനെയോ കിട്ടി. അങ്ങനെ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിൽ ഞാൻ കുറച്ച് നാൾ പഠിച്ചു. പിന്നെ ഞാൻ ഈ പ്രോഗ്രാമിന്റെ തിരക്ക് കാരണം തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. നേരത്തെ വയലിൻ വായിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ വയലിനും ഫ്ലൂട്ടും അല്ലാണ്ട് മറ്റേതെങ്കിലും ഇൻസ്ട്രുമെന്റ്? ഞാൻ പണ്ട് കീബോർഡ് പഠിച്ചിട്ടുണ്ട്. കീബോർഡിന്റെ ബേസിക്സ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ചെറുതായിട്ടൊക്കെ. അതന്നെ. പിന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ പാട്ടുകൾ വായിച്ചിടാറുണ്ട്. അപ്പൊ അതിനു വേണ്ടി മാത്രം പ്രോഗ്രാമിംഗ് ചെയ്യാറുണ്ട്. പക്ഷെ നന്നായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യും കേട്ടോ, ഞാൻ കേൾക്കാറുണ്ട്. നന്നായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യും ആള്. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് മാത്രം ഇരുന്ന എല്ലാവർക്കും ബോറടിക്കും. അപ്പൊ നമുക്ക് നിങ്ങളൊരു പാട്ട് കേട്ടാലോ? കലാപരമായ വിശേഷങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇനി ഫാമിലിനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളാവാം. വീട്ടിലെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, അനിയൻ, ഭാര്യ, ഒരു മോനും ഉണ്ട്. ഹരിച്ചേട്ടൻ അല്ലാണ്ട് ഫാമിലിയിലെ വേറെ ആരെങ്കിലും കലാരംഗത്തുണ്ടോ? വീട്ടിലെ അനിയൻ അവനെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നാൾ പാട്ട് പഠിച്ചിട്ടുണ്ട്. അവൻ പാടും. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ ശേഷം മൃദംഗം പഠിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട്. എല്ലാം പകുതി വഴിയിൽ ഇങ്ങനെ ഇട്ടു പോയിട്ടുണ്ട്. എന്നാലും പാടും, ആള് പാടും. അച്ഛനും പാടും. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു പാട്ടിനോട് ഒരു ക്രേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നെ ഈ ഒരു പഠിപ്പിക്കാൻ എന്നൊരു തീരുമാനം വന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഹരിച്ചേട്ടന്റെ വൈഫ് എന്ത് ചെയ്യാണ്? ആളുടെ പേര് ശ്രീദേവി എന്നാണ്. പുള്ളിക്കാരി ബേസിക്കലി ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. പിന്നെ ചെറുതായിട്ടൊക്കെ പടം വരയ്ക്കും. പടം വരയ്ക്കാനായിട്ട് ക്രേസ് ഉള്ള ആളാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ പടങ്ങളൊക്കെ വരച്ചത് സെല്ല് ചെയ്യും. അങ്ങനെ ബിസിനസ് പരമായിട്ട് കൂടെ
ഒരു പ്രൊഫഷനായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി സായി ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളേക്കാം. സായി ചേട്ടാ, എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്, ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് 4 മാസമേ ആയിട്ടുള്ളൂ. വൈഫിൻ്റെ പേര് ഗോപിക, മോളുടെ പേര് ഗൗതമി. പഴയ പേരാണ്. അതെ, പേര് അത് ഞങ്ങൾ തന്നെ ചൂസ് ചെയ്തതാണ്. പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് നിർത്തു. ബ്രദർ സായി ശ്രീധർ, അദ്ദേഹം ഒരു വീണ ആർട്ടിസ്റ്റാണ്. RLV മ്യൂസിക് കോളേജിൽ നിന്ന് MA കഴിഞ്ഞു. BA റാങ്ക് ഹോൾഡറായിരുന്നു, ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അത്. പിന്നെ അച്ഛൻ കോടതിയിൽ, നേരത്തെ പറഞ്ഞായിരുന്നു, കോടതിയിലെ സ്റ്റാഫായിരുന്നു. അമ്മ ഹൗസ് വൈഫാണ്, ഒരു ടീച്ചറായിരുന്നു നേരത്തെ, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. വൈഫ് ടീച്ചറാണ്. ഇപ്പം 1 വർഷത്തോളം ആയിട്ട് പോകാൻ പറ്റുന്നില്ല, ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒത്തിരി ലൈവ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഒരു കമ്പോസിങ് മേഖലയിലേക്ക് തിരിയാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മൾ വെറുതെ ഇരിക്കാൻ നേരത്ത് ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്യാറുണ്ട്. പിന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആൽബംസിലൊക്കെ, ഷോർട്ട് ഫിലിംസിൻ്റെയൊക്കെ ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തിടാറുണ്ട്. ഞങ്ങൾ ചിലപ്പം ഓൺ സ്റ്റേജ് കമ്പോസിഷൻ പലതും ചെയ്യാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പോൾ സൗണ്ട് ചെക്കിനൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചില സമയത്ത് പാട്ട് വായിക്കും, ചില സമയത്ത് സൗണ്ട് ചെക്ക് ചെയ്യുന്നത് ഞങ്ങൾ തന്നെ ആ സമയത്ത് എന്തെങ്കിലും ഒരു സാധനം വായിച്ച് അതൊരു കമ്പോസിഷനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ കുറെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒത്തിരി ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നടന്ന് ബിസിയാണെന്നറിയാം. പക്ഷെ എന്നാലും എനിക്കൊരു സംശയം, ഒത്തിരി ഗുരുക്കന്മാരുടെ കഥയൊക്കെ പറഞ്ഞ സമയത്ത് ഒരു തോന്നിയതാണ്, നിങ്ങൾ ആരുടെയെങ്കിലും ഗുരുക്കന്മാരായിട്ടുണ്ടോ? കുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സഹായിച്ച് അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമ്മളീ പഠിപ്പിക്കുന്നതും ഒരു തരത്തിലൊരു കലയാണല്ലോ. നമുക്ക് നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കലയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തും അകത്തായിട്ട് ഒരു 10-40ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ ഉണ്ട്. കൂടുതലും ക്ലാസ് ഓൺലൈനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ഓൺലൈൻ ക്ലാസ് എത്രത്തോളം അത് ഫീസിബിൾ ആണ്, അത് ശരിയാവുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കും. ഇപ്പം അത്യാവശ്യം ഉള്ള സ്റ്റുഡൻസ് എല്ലാം അത്യാവശ്യം വായിക്കുന്നവരാണ്. അപ്പം അങ്ങനെ എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ അതാണ് ടീച്ചിങ് മേഖലയിൽ ഉള്ളൊരു എക്സ്പീരിയൻസ് അതാണ്. അപ്പോൾ അതും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാറ് ഇല്ലാത്ത സമയത്ത് എന്നോട് പറയും, നിനക്കൊന്ന് പോയി എടുക്കാവോ. കൂടുതലും ഞായറാഴ്ചകളിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് അത് ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. ചില സീസൺ ടൈമിലൊക്കെ നമുക്ക് കണ്ടിന്യൂസ് പരിപാടി ആയിരിക്കും, രാവിലെയും വൈകിട്ടും. പിറ്റേ ദിവസം ചിലപ്പോൾ രാവിലെ പോകേണ്ടതായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ക്ലാസ്സിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. എന്നാലും ആഴ്ചയിൽ ഒരു ക്ലാസ്സൊക്കെ വെച്ച് കിട്ടുന്ന രീതിയിൽ പിള്ളേരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും വയലിൻ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹരിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. അപ്പൊ നമുക്കിനി സായി ചേട്ടൻ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാവേ. മിക്കതും ഓൺലൈൻ ക്ലാസ്സാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. ഓഫ്ലൈൻ ഉണ്ടായിരുന്നു ഒരുപാട്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞായറാഴ്ചകളിലാണ് കൂടുതലും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പ്രോഗ്രാമും ഇതെല്ലാം കൂടെ മാച്ചിങ് ആയിട്ട് വരുന്ന ഓരോ സമയം വെച്ചിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നത്. എബ്രോഡുള്ള കുട്ടികൾക്കാണ് അപ്പോൾ മെയിൻ ആയിട്ടും ക്ലാസ് എടുക്കുന്നത്. അതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രി ക്ലാസ് എടുക്കാൻ പറ്റും. പുറത്തുള്ള ക്ലാസ്സുകൾ ഈ ടൈം വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്കൊരു തരത്തിൽ സഹായമാണത്. നമുക്ക് നമ്മൾ ടയേർഡ് ആണെങ്കിലും മാക്സിമം ആ കുട്ടിക്ക് ക്ലാസ് പോവാത്ത രീതിയിൽ നമ്മൾ മാക്സിമം ലൈറ്റ് നൈറ്റ് ആണ്. നമ്മുടെ പ്രായത്തിനേക്കാളും മൂത്ത ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ് കേട്ടോ. നമ്മള് ആൾക്കാരെ പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് അവരുമായിട്ടുള്ള ഒരു പരിചയം, അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളോട് നമ്മൾ വരിക, ഒത്തിരി ആൾക്കാരെ അറിയാൻ പറ്റുന്നുണ്ട്. ഈ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കാനോ അതോ കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരെ പഠിപ്പിക്കാനാണോ എളുപ്പം? അത് ഡിപ്പെൻഡ് ആണ്. അതായത് കഴിവനുസരിച്ചാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പ്രായം എത്തിയാലാണ് നമുക്ക് കൂടുതലും, അത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പ്രായത്തില് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇൻസ്ട്രുമെന്റുമായിട്ടൊരു പരിചയം വന്നിട്ടുള്ളവരെ കൂടുതൽ നമുക്ക്
കുറച്ചുകൂടെ ഒരു എളുപ്പമായിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ സ്റ്റുഡൻസിൽ പലരും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ പറഞ്ഞ പോലെ അബ്രോഡും ഉണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ആഗ്രഹമാണ് ഈ വയലിൻ എന്നുള്ള ഇൻസ്ട്രുമെന്റ്. എല്ലാവർക്കും ഒരു സ്വപ്നമാണല്ലോ അത്, വായിക്കുക എന്നുള്ള സ്വപ്നമാണല്ലോ. അപ്പം അങ്ങനെ വായിക്കണമെന്ന ആഗ്രഹത്തിൽ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, അങ്ങനെ അവരെ പഠിപ്പിക്കാറുണ്ട്. അപ്പം ചിലവർക്കത് ബുദ്ധിമുട്ടായിരിക്കും, ആ ഒരു ഫീൽഡിലോട്ട് അത്ര പരിചയം, മ്യൂസിക്കിന് അത്ര പരിചയമില്ല, പക്ഷെ ആഗ്രഹം നന്നായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം. അല്ലേ? എനിക്ക് തോന്നുന്നു ഫ്ലൂട്ടിന് കുറച്ചുകൂടെ ബ്രീത്ത് ഒക്കെ കൺട്രോൾ ചെയ്യും. അതെ, അത് ഫസ്റ്റ് ടൈം അത് വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഫ്ലൂട്ട്. പിന്നീട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്ന ഫ്ലൂട്ടാണ് വയലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതെ അതെ അതെ, എല്ലാവരും പറയും വയലിൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതിൽ തന്നെ അങ്ങ് നിന്ന് അല്ലേ, നമുക്കത് വേണമെന്ന് വിചാരിച്ച് വായിക്കുമ്പോൾ ഒരു ഇൻസ്ട്രുമെന്റും ടഫായിട്ട് തോന്നാറില്ല. ഞാൻ കൂടുതലും കർണാട്ടിക് ഫ്ലൂട്ട് ക്ലാസ്സസ് ആണ് എടുക്കാറുള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ളത് ശരിക്കും വെസ്റ്റേൺ ഫ്ലൂട്ടാണ്. അത് സാറിൻ്റെ പേര് നേരത്തെ പറയാൻ വിട്ടുപോയി, ജയകുമാർ സാറാണ്, കൊല്ലത്ത്. സാറിൻ്റെ അടുത്താണ് ഞാൻ ഫ്ലൂട്ട് വെസ്റ്റേൺ പഠിച്ചത്. അതെ അതെ, പക്ഷേ ക്ലാസ് എടുക്കുന്നത് കർണാട്ടിക് ക്ലാസ്സസ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഈ പറയുന്നത് ഒരു കല എന്നുള്ളത്, മ്യൂസിക് എന്നുള്ള സാഗരം എന്ന് പറയുന്ന പോലെ ഒരിക്കലും അതിനൊരു എൻഡില്ല. ഇപ്പൊ ഞാനിപ്പോ പഠിക്കുന്നത് തിരുനെല്ലൂർ അജിത് കുമാർ സാറിന്റെ അടുത്താണ്. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ളത് പഠിച്ച് തുടങ്ങി. ഇപ്പോൾ ക്ലാസ് ചേർന്നേ ഉള്ളൂ, കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും, ഒരു ആർട്ടിസ്റ്റും എല്ലാവരും എന്താ പറയാ, ഞാൻ ഓക്കെ ആയി എന്നുള്ളൊരു ലെവൽ ആരും ഇല്ല. ആരായാലും എല്ലാവരും അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മ്യൂസിക്കിന്റെ ഒരു അതെ അതെ അതെ. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് സാംസ് മീഡിയയുടെ സാംസ് ടോക്സ്. അപ്പോൾ ഇതിനു മുമ്പ് ഒത്തിരി കലാകാരന്മാർ വന്നു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ സാംസ് ടോക്സിലേക്കുള്ള ഒരു എൻട്രി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? സാംസ് മീഡിയയുമായിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ ഒരു 10 വർഷത്തോളമായിട്ടുള്ളൊരു ബന്ധമാണ്. ജോൺസൺ ചേട്ടൻ, ഞങ്ങൾ ശരിക്കും ഒരു ചേട്ടനെയും അനിയനെയും പോലെയാണ്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങനെ ഓപ്പണായിട്ട് പറയും. എങ്ങനെയാണോ ഒരു ചേട്ടൻ അനിയൻ വരുന്നത്, അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ റിലേഷൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്നത് ഒരു ഫ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ എന്താ പറയുക, വളരെ ഫ്രണ്ട്സായി. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഇന്ന് വരെ തുടർന്ന് പോകുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു പ്ലാനുണ്ട്, ഇങ്ങനെ ചെറിയ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാനായിട്ടുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിൽ നീ വരുവാണെങ്കിൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനും സായി ചേട്ടനെ അതേപോലെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് എത്തുന്നത്. അപ്പൊ ഹരിച്ചേട്ടൻ പറഞ്ഞു, ഹരിച്ചേട്ടൻ സാംസ് മീഡിയ സ്വന്തം ഒരാള് തന്നെയാണ്. അപ്പൊ സായി ചേട്ടന്റെ ഒരു ഇത് പറയാമോ? ശരിക്കും ഹരിയാണ് എന്നെ ജോൺസൺ ചേട്ടനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വർക്കുകളും റെക്കോർഡിങ്സും പ്രോഗ്രാംസും തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ജോൺസൺ ചേട്ടനുമായിട്ട്. അത് ഹരിയും ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. അങ്ങനെ ആണ് ഞാനും സാംസ് മീഡിയ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ. സംഗീതത്തോടുള്ള സ്നേഹവും സമർപ്പണവുമാണ് ഒരു കലാകാരനെ വ്യത്യസ്തനാക്കുന്നത്. ഇന്ന് നമ്മളുടെ അടുത്ത് സംഗീതത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് ഹരിച്ചേട്ടനും സായി ചേട്ടനുമാണ്. ഇവരുടെ സംഗീത യാത്രയിൽ ഒത്തിരി ഉന്നതങ്ങളിൽ ഇവർ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ സാംസ് ടോക്സിൽ വന്നതിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിലും ഒത്തിരി നന്ദി പറയുന്നു. ഇവരുടെ ഒരു മനോഹരമായ ഗാനത്തോടു കൂടി നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ സാംസ് ടോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അടുത്ത ദിവസം പുതിയൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ദിസ് ഇസ് ബ്ലസ്സി സൈനിങ് ഔട്ട്.